വീണ വിജയന് ഇനി വരുന്ന നോട്ടീസ് അറസ്റ്റ് വാറന്റ് ആയിരിക്കും. കേരളം കത്താൻ പോകുന്ന കാര്യങ്ങളൊന്നും രാവിലെ തന്നെ CPI പറഞ്ഞ അവർ ഇടപെടില്ല എന്ന്. മോക്ക് വന്നാൽ ഞങ്ങൾ ഇടപെടാനൊന്നുമില്ല, പിണറായിക്ക് വന്ന സഖാവിന് വന്നാൽ നോക്കാന്നാണ് നേരത്തെ മോക്കല്ലേ വന്നത്. അപ്പോഴേ അതിനല്ലേ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതല്ലേ, അറിവില്ല കുഞ്ഞുങ്ങൾ, അറിവില്ല പൈതങ്ങൾ അല്ലേ അങ്ങനെ. പക്ഷെ ഈ വീണ വന്ന കാറും ദുരൂഹമാണല്ലോ, ഒരു കറുത്ത കാർ, ദുരൂഹമായ. ഞാൻ ഈ പരിവഹൻ സൈറ്റിലൊക്കെ കയറി നോക്കിയിട്ടും അതിന്റെ ഓണറുടെ പേരൊന്നും വരുന്നില്ല. വലിയ വിലയുള്ള കാറാണ്, ഇന്നോവ ഹൈക്രോസ് ഹൈബ്രിഡ്, അങ്ങനത്തെ ഒരു കറുത്ത കളറിലെ കാറായിരുന്നു. അതിൽ നമ്മളുടെ റിയാസിക്ക ഇരിപ്പുണ്ടായിരുന്നു, മുമ്പിൽ വേറൊരു ആളുണ്ടായിരുന്നു. അവിടെ റോഡിൽ ഇറക്കി വിട്ടിട്ട് പോവുകയാണ് ചെയ്തത്. എൻ്റെ പ്രിയൻ നമ്മളുടെ പിണറായി കറുത്ത നിറം കണ്ട, ഈ താടിയൊന്നും വെച്ചാൽ അല്പം നടക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ, അത് വേറെ കാര്യം. എനിവേ കറുത്ത ഡ്രസ്സ് ഇട്ടവരൊക്കെ ചാമ്പുന്ന സമയമായിരുന്നു. വീണ കുട്ടി വന്നത് കണ്ടില്ലേ, കറുത്ത മാസ്ക് വെച്ചിട്ട്. അച്ഛനാണ് ഭരിച്ചിരുന്നെങ്കിൽ അത് മതി ഒരു ജീവൻ രക്ഷാ പ്രവർത്തനം മോളുടെ മേത്ത് കിട്ടാനായിട്ട്. ഈ തമാശയായിട്ട് പറയുകയാണെങ്കിൽ കോവിഡ് വന്നുകൊണ്ടൊരു ഗുണമുണ്ടായി. ജനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു അസൗകര്യപ്രദമായ സാഹചര്യത്തിൽ പോകണ്ടെങ്കിൽ ഒരു മാസ്ക് അത് ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി അല്ലേ. അല്ല, അസുഖമാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എന്താണ് അസുഖം നമുക്കറിയില്ല. മാസ്ക് വെക്കേണ്ട എന്തെങ്കിലും അസുഖം ആയതുകൊണ്ടാണോ വീണ വരാത്തത്? എൻ്റെ ഫേസ്ബുക്കിൽ താഴെ വന്നിട്ട് ഒരാളിട്ടേക്കുന്നു, മാഡം ഇങ്ങനെയൊന്നും പറയല്ലേ, കാരണം ഇപ്പോൾ എന്താണ് സതീശൻ മുഖ്യമന്ത്രി 3 ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറഞ്ഞ് അവധി കൊടുക്കണ്ടില്ല. അതുപോലത്തെ എന്തെങ്കിലും മാസം തോറും വരുന്ന കാര്യമായിരിക്കും വീണയ്ക്കും വന്നിരിക്കുന്നത്. അതൊക്കെ നിങ്ങൾ കൺസിഡർ ചെയ്യണ്ടേ? ശരിയാണ്, അങ്ങനെ ആലോചിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വരേണ്ടിയിരുന്നത് അല്ലേ, അത് കഴിഞ്ഞ് ബുധനാഴ്ച എത്തി അല്ലേ. അപ്പം 3 ദിവസത്തെ അവധി അങ്ങനെയാണെന്നും പറയാം. എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ ഇപ്പോൾ ആലോചിക്കാനൊരു വകുപ്പുണ്ടായിരിക്കുന്നു നമ്മുടെ വീണ തൈക്കണ്ടി കാരണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ അത് ശേഷം 7:30 മണിക്കൊക്കെയാണ് പുറത്ത് വിട്ടത്. അതിനിടയ്ക്ക് എനിക്ക് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഇതുള്ളതാണ്, ഞാൻ ഇതിൻ്റെ മുമ്പിൽ കൂടെ ഇങ്ങനെ കാറിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പരിചയക്കാരായ പല റിപ്പോർട്ടർമാരും പല ചാനലുകളുടെ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിക്കും, എന്തായി. അപ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്ന പോലെ പറയുന്നത്, കാരണം ദേ ആർ ഓൾസോ റെസ്റ്റ്ലെസ്. ഒരു ബ്രേക്കിംഗ് ന്യൂസും നമ്മൾ മൊബൈലിൽ കൂടെ നോക്കുമ്പോൾ ചാനലിലൊന്നും ബ്രേക്കിംഗ് ന്യൂസും വരുന്നില്ല. ഞാൻ ഇങ്ങനെ ചുറ്റും നോക്കാം, എവിടെയെങ്കിലും ഏതെങ്കിലും വീടിൻ്റെ ഇടയിലോ ഏതെങ്കിലും ബൈലൈനിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ജനങ്ങൾ SFI പ്രവർത്തകർ ജീവൻ രക്ഷാ ആയുധങ്ങളായ കല്ല്, മൊട്ട, വടി ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഞാനിങ്ങനെ ചുറ്റും പരിധി നോക്കി. പക്ഷേ എറണാകുളത്ത് ആയതുകൊണ്ടായിരിക്കാം, എറണാകുളത്ത് ഇത്രയും പ്രബലമല്ലാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെയൊന്നും കണ്ടില്ല. അല്ലെങ്കിലും എറണാകുളത്ത് മീറ്റിങ്ങിന് തൊഴിലുറപ്പ് തൊഴിലാളികൾ, CITUവിൻ്റെ ആൾക്കാർ, അങ്ങനെയുള്ള ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ നിർബന്ധമായിട്ട് കൊണ്ടുവന്നിരുത്തുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ നാളെ ശമ്പളം കിട്ടും. നമ്മൾ എത്രയോ ഓഡിയോ കേട്ടിരിക്കുന്നു അല്ലേ പ്രിയ, ഇങ്ങനെ ഇന്ന മീറ്റിങ്ങിന് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ശമ്പളമില്ല, നിങ്ങളെ ഈ ചുമതല ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണ് പലരെയും ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ കൊണ്ടുവരുന്നത്. എന്തായാലും ഇന്നലെ എറണാകുളത്തെ ജനങ്ങൾ ആകാംക്ഷ മുൾമുനയിലായിരുന്നു. ചിലവരൊക്കെ നോക്കുമ്പോൾ എന്താ ഇവിടെ നിൽക്കണേ, അല്ല എന്താണ് എങ്ങനെയാണ് പോലീസ് അടിക്കണേന്ന് കാണാനായിട്ട് പോലീസിന് എന്ത് ചെയ്യുന്ന വെച്ചാൽ എല്ലാവരുടെയും കയ്യിൽ മൊബൈലും ഉണ്ട്. എൻ്റെ മൊബൈലിൽ ഞാൻ പകർത്തിയ ദൃശ്യങ്ങൾ എന്നും പറഞ്ഞ് കാണിക്കുവാൻ വേണ്ടി സാധാരണക്കാരായ ആൾക്കാരെയും നമ്മളവിടെ കണ്ടു. ഇന്ന് അതിൻ്റെ മുമ്പിൽ കൂടെ വരുമ്പോൾ പോലീസുണ്ട്, പ്രസ് റിപ്പോർട്ടേഴ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു പോലീസ് ഓഫീസറോട്, എന്താ സാർ ഇന്നും എന്തെങ്കിലും ഉണ്ടോ? അല്ല, ആൾക്കാർ ആകെ ആകാംക്ഷയിലാണ്, ഇന്ന് ആര് വരും, എന്തായിരിക്കും. അല്ല, അതിന് ചാനലിൻ്റെ സാറൊക്കെ എന്തായാലും നിൽക്കണം, ചാനൽ എന്തിനാ, അവരും ആകെ ആകാംക്ഷ മുൾമുനയിലാണ്. അപ്പോൾ പ്രിയൻ, നമുക്ക് തോന്നുന്നു ഇന്ന് ആരെങ്കിലും വരാൻ ചാൻസ് ഉണ്ടോ? അല്ല, ഇന്ന് EDയുടെ റെയ്ഡുകൾ പലയിടത്തും നടക്കുന്നുണ്ടായിരിക്കും, അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷെ അതല്ല, ഈ വീണ ഇങ്ങനെ വരുന്നു, പിണറായി വിജയന്റെ ഓമന പുത്രി വരുന്നു, 8-9 മണിക്കൂർ സഖാവിന്റെ ഓമന ഭാര്യയും അതെ ഒപ്പമാണ് കൂടെ കൊണ്ടുവരികയാണ്. സമൻസ് കൊണ്ടുവന്ന് കാണിക്കുന്നു, സെക്യൂരിറ്റി എടുത്ത് കാണിച്ച് അകത്തേക്ക് തോന്നിയിട്ട് ഒരു വലിയ ബാഗും തൂക്കിയിട്ട് ആ കുട്ടിക്ക് മാസ്ക് ഒക്കെ വെച്ച്. കാരണം ആ കുട്ടിക്ക് അതിനൊക്കെയുള്ള ഒരു കഴിവോ, അതായത് ഇങ്ങനെയൊക്കെ ചില കഴിവോ പ്രാപ്തിയോ ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നലെ ഞാൻ കേട്ടൊരു കാര്യത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഒരു എൻട്രൻസ് ടെസ്റ്റ് പോലും എഴുതാതെയാണ് അമൃതാനന്ദമയി അമ്മയുടെ കോളേജിൽ പഠിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു, ഒരു ടെസ്റ്റെങ്കിലും ഇതായിട്ടെങ്കിലും പേരിന് വേണ്ടി. അപ്പോൾ തന്നെ
കരഞ്ഞ് കിടുകിടാ വിറച്ചു എന്നൊക്കെയാണ് ഇന്നലെ വായിച്ച ഒരു ഇതിൽ ഞാൻ വായിച്ചത്. അങ്ങനെയുള്ളൊരു കുട്ടിക്ക് തനിച്ച് ഭർത്താവ് ഒന്ന് റോഡിൻ്റെ നടുക്ക് ക്യാമറ കണ്ണുകളുടെ മുമ്പിലേക്ക് ഇറക്കി വിടുകയാണ്. അദ്ദേഹം ഒരു ചിരി, ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ച് കാറിലിരുന്നതേ ഉള്ളൂ. ഇറങ്ങി വന്ന ആ എന്താണ് ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല, വീണയ്ക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ഗേറ്റിൻ്റെ അവിടെ വരെയെങ്കിലും അദ്ദേഹം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ഒരു എന്താണ് ഭാര്യ എന്നുള്ള നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കും ഇങ്ങനെ ഒരു ആപത്ഘട്ടത്തിൽ. അദ്ദേഹത്തിന് പ്രശ്നമൊന്നുമില്ല, അദ്ദേഹത്തിനെ ആരും ആക്കിയിട്ടില്ല. ആ ഗേറ്റ് വരെ കൈപിടിച്ച് കൊണ്ടാക്കുക എന്നുള്ളതൊരു കടമയല്ലേ. പ്രിയൻ ഇപ്പോൾ ഒരു ഭർത്താവാണ്. അപ്പം പ്രിയൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ വന്നു എന്നല്ല കേട്ടോ, അതും പറഞ്ഞ് എന്നോട് വഴക്കിന് വരണ്ട. എന്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ താങ്കൾ അതല്ലേ ചെയ്യുക? ഏതൊരു മനുഷ്യനും അങ്ങനെ ഇത് ഇത്രയും വലിയ ഒരു എന്താണ് ജനങ്ങളല്ല, പക്ഷെ മീഡിയ കണ്ണുകളുടെ മുമ്പിലേക്ക് വീണ തനിച്ച് നടന്നു പോകുന്ന രംഗം എനിക്ക് വളരെ സങ്കടം തോന്നി കേട്ടോ. അതെല്ലാം നമ്മൾ ഇപ്പോൾ പിണറായി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഹി കാൺ അറ്റ്ലീസ്റ്റ് കമലയിടത്തേക്ക് വരായിരുന്നു, അല്ലെങ്കിൽ കസിൻ ബ്രദേഴ്സോ കസിൻ സിസ്റ്റേഴ്സോ ആരെങ്കിലും ഉണ്ടാവില്ലേ? എന്തുകൊണ്ട് ആരും വന്നില്ല? അവർക്കൊക്കെ പേടിയാണോ? വീണയുടെ കൂടെ കണ്ടാൽ അസോസിയേറ്റഡ് ആയാൽ വിൽ ഐ ബി കോൾ ബൈ ED എന്ന് തോന്നിയിട്ടാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ കർത്തയുടെ മകൻ, ഭാര്യ, മകള് എല്ലാവരെയും വിളിപ്പിച്ചിട്ടുണ്ട്. മകളും വീണയും തമ്മിൽ നല്ല ക്ലോസ് ആണെന്നൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്. നമുക്കറിയില്ല, മാധ്യമങ്ങൾ കൂടി നമ്മൾ അറിയുന്നത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ വീണയുമായിട്ട് അസോസിയേറ്റ് ഉണ്ട്. അത് തന്നെയാണോ റിയാസിക്കും വിചാരിച്ചിട്ടുണ്ടാവുക? ഞാനും ഇവരുമായിട്ട് ഈ കാര്യത്തിലൊരു ബന്ധമില്ല കേട്ടോ എന്നാണോ അദ്ദേഹം വിചാരിച്ചെന്നറിയില്ല. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങേണ്ടതല്ലേ. അതുപോലെ പറയുന്നു പൊരുത്തക്കേടുകൾ, ബ്രേക്കിംഗ് ന്യൂസായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ട്. EDയുടെ കയ്യിലിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, അതും വീണ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഒരു ബന്ധമില്ല. വീണയ്ക്ക് അത് പറയാനുള്ള കഴിവില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഷീ ഈസ് നോട്ട് ക്വാളിഫൈഡ് ടു പ്രസൻറ്റ് അക്കൗണ്ട്സ്. ഇപ്പോൾ ആ കുട്ടി പഠിച്ചിരിക്കുന്നത് എഞ്ചിനീയറിങ്ങിൽ തന്നെ സോഫ്റ്റ്വെയറാണ് പഠിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. വിവരിങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ 10,000 പേജസ്, A4 സൈസ് പേജസാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് വീണ ഇന്നലെ വന്ന ആ ഒരു അവസ്ഥ, അയ്യോ വെള്ള ചുരിദാറിൽ കറുത്ത ദുപ്പട്ടയും കറുത്ത ഇതുമാണ്, അച്ഛനാണ് ഭരിച്ചിരുന്നെങ്കിൽ, അതായത് പിണറായിയാണ് ഭരിച്ചിരുന്നെങ്കിലത്തെ കാര്യം ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനെന്ന് ധൈര്യപ്പെടുവോ? അപ്പം കിട്ടൂലേ അടി, കറുത്ത മാസ്കും വെച്ചിട്ട്. അപ്പോൾ ഇത് കൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇന്നലത്തെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും വീണയെ വിളിപ്പിക്കും. കാരണം ധാരാളം പൊരുത്തക്കേടുകളുണ്ട്. വീണയെ മാത്രമല്ല, ഇന്നലെ ഷോൺ ജോർജ്, നമ്മുടെ പുലിക്കുട്ടി, ചുണക്കുട്ടൻ വന്ന് പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം വിവരാവകാശം വച്ചിട്ടുണ്ട്. ഒരു ഡയറി വന്നല്ലോ, 200 കോടിയിലധികം രൂപയാണ് പലർക്കുമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിൽ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഷോൺ ഒരു വിവരാവകാശം വച്ചിട്ടുണ്ട്. അത് വരുമ്പോഴാണ് കേരളം ശരിക്കും ഒരു എന്താ പറയുക, നിന്ന് കത്തുക എന്നൊക്കെ പറയാം. കാരണം ഈ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റിൻ്റെയും പല നേതാക്കന്മാരുടെയും പേരുകൾ അതിലുണ്ട്. PV എന്ന് പറഞ്ഞ് എത്രയാ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? ഇവരുടെ കാര്യം പറഞ്ഞ് എന്തെങ്കിലും പറയാം. ഞാൻ ടാലി പഠിപ്പിച്ചു കൊടുത്തെന്നോ, സോഫ്റ്റ്വെയർ പഠിപ്പിച്ചെന്നോ, കീബോർഡിൽ എങ്ങനെ അടിക്കണ്ടേ, അതിന് അടിക്കേണ്ട ഒരു രീതിയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇവിടെ S അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് അടിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പെട്ടെന്ന് ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. നമ്മളെപ്പോലെ ഇങ്ങനെയല്ല, 2 കൈ കൊണ്ട് കുത്തുന്നതല്ല. അത് പഠിപ്പിച്ചു കൊടുത്തു എന്നൊക്കെ എന്തെങ്കിലും പറയാം. അറ്റ്ലീസ്റ്റ് ഒരു കമ്പനി, ഇപ്പം ആ കമ്പനി നോൺ എക്സിസ്റ്റൻ്റ് ആണ്. ആൻഡ് അതിൽ ഒരൊറ്റ ഡയറക്ടർ ഉണ്ടായിരുന്നുള്ളൂ, വീണ മാത്രം. എത്ര ജോലിക്കാരുണ്ടെന്നോ അവരുടെ മസ്റ്റർ റോൾ ഉണ്ടെന്നോ ഒന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു പേപ്പർ കമ്പനി എന്ന് പറഞ്ഞ പോലെ അച്ഛനെ സഹായിക്കാനോ അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിനോ, സ്വന്തമായിട്ടും ജീവിക്കണ്ടേ. എപ്പോഴും നമുക്ക് അച്ഛനെ ഇതായിട്ട് ജീവിക്കാൻ പറ്റില്ല, മകളാകുമ്പോൾ എന്ന് പറയാൻ പറ്റില്ല, അച്ഛൻ്റെ സംരക്ഷണയിൽ ജീവിക്കാൻ പറ്റില്ല. എന്നാൽ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അച്ഛനും എൻ്റെ കുടുംബത്തിനും മകനൊക്കെ ഉണ്ടല്ലോ, മകനെയൊക്കെ ചേർത്ത് ചെയ്യണ്ടേ. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ആ കുട്ടി ചെയ്തു. പക്ഷേ ഈ PV എന്ന് നമ്മൾ വിചാരിക്കുന്ന പിണറായി വിജയനാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. നമുക്ക് രാഷ്ട്രീയ പ്രവർത്തനം എടുക്കാം, പാർട്ടിക്ക് എടുക്കാം, അതിനൊക്കെ കൃത്യമായിട്ട് റെസീറ്റ് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ കേൾക്കുന്ന മറ്റൊരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ വീണയുടെ മുൻ ഭർത്താവുമായിട്ട് 16-ലാണെന്ന് തോന്നുന്നു വിവാഹബന്ധം വേർപിരിഞ്ഞത്. പക്ഷെ 19 വരെ അദ്ദേഹവുമായി ചേർന്നിട്ട് ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു ബാങ്കിലെന്നാണ് പറയുന്നത്. അത് വളരെ വിചിത്രമായിരിക്കുന്നു അല്ലേ?
നമ്മൾ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിശ്ചയിച്ചാണ് ഒരു ബന്ധം വേർപിരിയുക. പിന്നെ നമ്മളുടെ പരസ്പരം അവരവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തമ്മിലൊരു കോൺടാക്റ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ 19 വരെ ആ ജോയിൻ്റ് അക്കൗണ്ട് ചാലുവായിരുന്നു, അതായത് ലൈവായിരുന്നു, ഓപ്പൺ ആയിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അതൊക്കെ ഷോണൊക്കെ കണ്ടുപിടിച്ചോളും ആണെങ്കിൽ, ഇപ്പം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലേ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഷോൺ ശരിക്കും ഒരു അഭിഭാഷകൻ്റെ ആർജവത്തോടു കൂടി ഈ കേസിൻ്റെ പുറകെയുണ്ട്. ഈ കാര്യങ്ങൾ ഷോൺ കൊടുത്തിരിക്കുന്ന വിവരാവകാശം വരട്ടെ, അപ്പോൾ ചിലപ്പോൾ പിണറായി സഖാവ് തന്നെയായിരിക്കും ഇവിടെ എറണാകുളത്ത്. അല്ല, അടുത്തിനി ഒരു ചോദ്യം ചെയ്യലോ ഒരു അറസ്റ്റോ ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പിന്നാലെ പിണറായി വിജയനെ തന്നെയായിരിക്കും ഇ ഡി പൂട്ടാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പക്ഷേ പ്രിയൻ, ഈ വീണയുടെ കേസിൽ പിണറായി സഖാവിനെ പൂട്ടേണ്ട കാര്യമില്ല. വീണ ബ്ലാക്ക് മണി ലോണ്ടറിങ് അങ്ങനത്തെ ഇതിലേ വരുന്നുള്ളൂ. അതല്ല, എന്തിനു വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ടെന്നുള്ളത് സർക്കാർ വഴിവിട്ട സഹായങ്ങൾ കൊടുത്തത് കൊണ്ടല്ലേ ഈ പണം കിട്ടിയത്. അതെ, അത് ശരിയാണ്. പിണറായി വിജയനെ വിളിക്കുമായിരിക്കും. വിളിച്ച ഇന്നലെ കണ്ട കാഴ്ചയൊന്നും ആയിരിക്കില്ല. ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ, അല്ലെങ്കിൽ ഇന്നലെ ഭാര്യയെ പൊതുജന സമക്ഷത്തിലേക്ക് തുറന്നു വിട്ട റിയാസിൻ്റെ ആറ്റിറ്റ്യൂഡ്. റിയാസ് കൂടെ പോവും, അമ്മാവിൻ്റെ കൈയും പിടിച്ച് എന്താണ്, ഞാനുണ്ട് അമ്മാവ കൂടെ, ഞാനല്ലേ അടുത്ത പ്രതിപക്ഷ നേതാവ്, ഞാനല്ലേ അടുത്ത മുഖ്യമന്ത്രി, ഞാനുണ്ട് കൂടെ എന്നും പറഞ്ഞ് ചേർത്ത് പിടിച്ച് പിണറായി ചേർത്ത് പിടിച്ച് റിയാസ് അന്ന് കൂടെ ഉണ്ടാവും. ഇന്നലെ കാണിച്ച പോലെയൊന്നും കാണിക്കില്ല. ശരിയാണെന്ന് തോന്നുന്നില്ലേ? അപ്പോൾ ഈ കേസ് മുന്നോട്ട് പോകും തോറും പിണറായി സഖാവ് മാത്രമല്ല, ആ ഡയറിയിൽ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ നേതാക്കന്മാരും അല്ലെങ്കിൽ എല്ലാ വ്യക്തികളും ഓരോരുത്തരായി ഇ ഡിയുടെ മുമ്പിലേക്ക് വരും. ഇനി എറണാകുളമാണ് ഫോക്കസ് പോയിന്റ് ആവാൻ പോകുന്നത്. അതെ, കുറേ നേതാക്കന്മാർക്ക് ഇവിടെ ഫ്ലാറ്റുകളും വീടുകളൊക്കെ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ടെമ്പോ സർവീസ് വെച്ച് പ്രവർത്തകരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വരും. എന്തായാലും ഇത് ഇന്നലത്തെ കൊണ്ട് തീരില്ല. വീണയെ ഇനിയും വിളിപ്പിക്കും. വീണയുടെ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് ഇ ഡി മനസ്സിലാക്കുന്നു. അത് അറസ്റ്റ് ചെയ്യാനാണെന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഇനിയും അവർ വരേണ്ടി വരും. ചിലപ്പോൾ ഒപ്പം അച്ഛനും ഉണ്ടാവും, ചിലപ്പോൾ ഒപ്പം ഭർത്താവും ഉണ്ടാവും, അല്ലെങ്കിൽ വീണയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത റിട്ടയേർഡ് അധ്യാപിക കമലയെടുത്തിയും ചിലപ്പോൾ വരേണ്ടി വരും. നമുക്ക് വെയിറ്റ് ആൻഡ് സീ അല്ലേ. അതെ, കട്ട വെയിറ്റിംഗ്. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.